ജിഷ്ണു ഒരു 5 മിനിറ്റ് അളിയ നീ ഇപ്പൊ വല്ല ഇറങ്ങും 5 മിനിറ്റ് എന്താ നീ എന്തോ നിധിക്ക് കാവലിരിക്കണം ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ. ഞാൻ ഇവിടെ പപ്സി തിന്നാൻ കയറിയല്ല, സമയം എടുക്കും. ഇത്ര നേരം എവിടാ കുമ്പസാര കൂട്ടി കയറി? എന്റെ പൊന്നു മച്ചാനെ മനഃപൂർവ്വം അല്ലല്ലോ, എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുമ്പോഴേ ഈ നായിന്റെ മോന് മുട്ടുള്ളൂ. ഇപ്പൊ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ. വാ വന്ന് കേറി. എന്താ ജിഷ്ണു അവിടെ ഒരു ശബ്ദം? ഹലോ, എവിടാ? ബാത്റൂമിൽ. എപ്പോ വരും? 5 മിനിറ്റ്. ഹലോ എന്താ 5 മിനിറ്റ് മുമ്പേ പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 5 മിനിറ്റ് ആയി. നീ എന്തോന്ന് കക്കൂസ് വെട്ടി തൂർണ? മനുഷ്യന്റെ മനസ്സമാധാനമായിട്ടൊന്നും ഡൗൺലോഡ് ചെയ്യാനെങ്കിലും സമ്മതിക്കൂ. നിന്റെ വീട്ടിൽ എപ്പോ ഞാൻ വന്നാലും നീ കുമ്പസാര കൂട്ടിലായിരിക്കും. വീട്ടിൽ പോണത് പോട്ടെ എന്ന് വെക്കാം, ഇതിപ്പോ പെട്രോൾ പമ്പില്, തിയേറ്ററില്, കല്യാണ മണ്ഡപത്തില്, ഹോട്ടലില് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞ് പോലീസ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ അവിടത്തെ കക്കൂസിൽ വരെ കയറി വെടിപൊട്ടിച്ചോനല്ലടാ നീ. എന്റെ പൊന്നു മച്ചാനെ മനഃപൂർവ്വം അല്ലല്ലോ, എവിടെയെങ്കിലും പോവാൻ ഇറങ്ങി നീക്കുമ്പോ കറക്റ്റ് സമയം എന്റെ മനസ്സ് എന്റെ അടുത്ത് പറയും, വരൂ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് വരാറ്. അത് പിന്നെ സഹിക്കാം, ഒരു 10 ആള് കൂടുന്ന സ്ഥലത്ത് വെച്ച് ഒരു മുട്ടൽ അങ്ങോട്ട് മുട്ടും, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല, ബാത്റൂം മാത്രം. വിഷമങ്ങളെല്ലാം ആ ബാത്റൂമിൽ ഇറക്കി വെച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്, 5 പിള്ളേരെ ഒറ്റയ്ക്ക് പ്രസവിച്ചൊരു സുഖം. മച്ചാനെ ഈ സ്വഭാവമൊക്കെ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നാറിപ്പോവും. മാറ്റിയിരിക്കും. ഇനി 660 ആകാശത്തിൽ ഇടി വെട്ടിയാലും പാറ്റൺ ടാങ്ക് പോലെ നിൽക്കി ഈ ജിഷ്ണു. ഇവനൊക്കെ ഒരു സ്നഗ്ഗി വാങ്ങിച്ചിട്ടു.